വീണ്ടും ഒരു വലിയ ദുരന്തം നേരിടുകയാണ് കേരളം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം. ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല നേരം വെളുക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു വാർത്തയായിരിക്കുമെന്ന്. കേരളം ഇന്ന് വരെയും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ മറ്റൊരു അതിഭീകര ദുരന്തം. നമ്മളീ കാണുന്നതെല്ലാം വെറും 0.001% മാത്രം. ഇതിനപ്പുറം ഒരുപാടുണ്ട്. ഇതിലും നീണ്ട കാഴ്ചകളാണ് കാണാമറയത്തുള്ളത്. 2018 പോലെ ഒരു ദുരന്ത വർഷമായി മാറുകയാണ് 2024. എന്ത് എപ്പോ സംഭവിക്കും എന്നറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് അർജുൻ സംഭവം. ആ പ്രതീക്ഷ നിലച്ചപ്പോൾ വീണ്ടും മറ്റൊരു സംഭവം. രാത്രി ഉറങ്ങിയെഴുന്നേൽക്കുമ്പോൾ വീടും കുടുംബവും നേടിയെടുത്തതെല്ലാം വെറും കല്ലും മണ്ണുമായി അവശേഷിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇല്ല, നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരിക്കും ആ ഒരു വേദന. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ മുണ്ടക്കൈ എന്ന സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. വൈറ്റില താലൂക്കിലെ മേപ്പടി പഞ്ചായത്തിലെ ചൂരൽമല, അതിന് മുകളിലായി മുണ്ടക്കൈ. ഈ മുണ്ടക്കൈയിൽ നിന്ന് 3 കിലോമീറ്റർ മുകളിൽ മലമുകളിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതാണ് പ്രഭവസ്ഥാനം. അവിടെ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ് താഴെ മുണ്ടക്കയത്തിൽ വന്നത്. ആ ഗ്രാമത്തെ മുഴുവനും തകർത്തെറിഞ്ഞ് താഴെ ചൂരൽമലയിലേക്ക് വരികയും കുറച്ച് ഭാഗം വെള്ളരിമലയിലേക്ക് പോവുകയും കുറച്ച് ഭാഗം അട്ടമലയിലേക്ക് പോവുകയും ചെയ്തു. പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ. അലിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നതാ. ചൂരമല കാണണമൊക്കെ ഇവിടുന്ന്. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പോയിക്കണതാക്കണേ. ഇതാ മൊത്തം എല്ലാം പോയി. ഇതാ സ്കൂളിന്റെ ഇതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അയ്യോ, എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ അയ്യോ, ഇപ്പൊ വന്ന് അവരെ രക്ഷിക്കാൻ പറ്റൂല്ലെങ്കിൽ പറ്റൂല. ഇപ്പൊ വന്ന് അവരെ രക്ഷിക്കാൻ പറ്റൂല്ലെങ്കിൽ പറ്റൂല. അവര് ചളിന്റെ ഉള്ളിലാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടൂല. ഒന്ന് വേഗം വരെ ടൗണിൽ തന്നെയാണ്. അയ്യോ, വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല. വരും വെള്ളമാണല്ലോ. ആൾക്കാർ കുറെ പേര് ഇപ്പുറത്ത് നിപ്പുണ്ട്. വെളിച്ചവും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അങ്ങോട്ട് പോകും? നമ്മൾ ആ ഇസ്കയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാവരും മാധവണ്ണനും ഒക്കെ വെള്ളത്തിലാണ്. ഒന്ന് വരെ അവിടെ കുറച്ചൊക്കെ മണ്ണിനടി പെട്ട് കിടക്കുന്നുണ്ട്. വരുന്നവരൊന്നും വരടാ. ഈ നഷ്ടപ്പെട്ട മോളിൽ കുറച്ചൊക്കെ മണ്ണിനടി പെട്ട് കിടക്കുന്നു. ഒന്ന് രക്ഷപ്പെടുത്ത വരും. മുണ്ടക്കയമാണ് യഥാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായത്. യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും ഇതുവരെയും ഒരു നിശ്ചയവുമില്ല. ഈ മുണ്ടക്കയത്തിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറേയേറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. സ്കൂൾ, പള്ളി, ക്ഷേത്രം, ബംഗ്ലാവ്, ഇങ്ങനെ കുറേയേറെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. ചൂരൽമല, മുണ്ടക്കയം ഈ 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. എന്നാൽ ഇന്നതില്ല. അതിനെയും വെള്ളം വലിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഒരു ഭാഗത്ത്, മഴയും വെള്ളപ്പൊക്കവും മറ്റൊരു ഭാഗത്ത്. ഒരു ദ്വീപിനുള്ളിൽ അകപ്പെട്ട അവസ്ഥയാണ് അവിടെയുള്ള ജനങ്ങളുടേത്. നമ്മളെ ചൂരൽമലയും മുണ്ടക്കൈയും ബന്ധിപ്പിക്കുന്ന പാലാണ്. പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്.
ഉദാഹരണത്തിന് ഒരു 1500 പേർ അവിടെ താമസിക്കുന്നുവെന്ന് കരുതുക. അതിൽ നിന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടവർ വെറും 100-ൽ കുറവ് മാത്രം. അവിടെയുള്ള മറ്റു ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ശക്തമായ ഒഴുക്കും മഴയുമുണ്ട്. അതിനാൽ ഒന്നിൽ നിന്നും രക്ഷപ്പെട്ടാൽ മറ്റൊന്നിൽ അകപ്പെടും എന്ന അവസ്ഥയാണ്. 500 വീടുകളിലെ 1500-ൽ കൂടുതൽ പേരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രം. ഇത് പോരാത്തതിന് 1000-ഓളം പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാം എന്നൊരു കണക്കും പറയുന്നുണ്ട്. ഇത്രയേറെ മരണങ്ങളാണ് ഈ ഒരു ദുരന്തം കാരണം ഉണ്ടായിട്ടുള്ളത്. ഇത് ചൂരമല അമ്പലം നിൽക്കുന്ന സ്ഥലം. പാലം, ചൂരമല പാലല്ല, ആലുമരാണ് കാണുന്നത് കേട്ടോ. ആശുപത്രിന്റെ ഭാഗമാണ് ഇത് കാണുന്നത്. നമ്മൾ ആലുമരം മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. പാലല്ല, ഒന്നുമില്ല. കണ്ടോ? രക്ഷാപ്രവർത്തകരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളെ എങ്ങനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തകരുടെ അവസ്ഥയും വളരെ മോശമാണ്. കാരണം മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ അതിനെ അടിസ്ഥാനമാക്കി ഒരു തിരച്ചിൽ നടത്താം. വെള്ളപ്പൊക്കമാണ് ഉണ്ടായതെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി തിരച്ചിൽ നടത്താം. എന്നാൽ ഇവയെല്ലാം ഒരേ സമയത്തുണ്ടായത് കാരണം രക്ഷാപ്രവർത്തകർക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരമാണ്. അപ്പോൾ വല്ലാത്ത അവസ്ഥ പഠിച്ചോളാക്കണം. ഇത് നമ്മളെ സ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത്. ഞാനിപ്പോൾ രാത്രി റെസ്റ്റുഡിയും എത്തി എവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലാണ് ഇത്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി.
വീട്ടിലെ ആളുകളുണ്ട്, ആ വീട്ടിലേക്ക് ആണ് പോകുന്നത്. ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, വലിയ പൊട്ടാണ് പൊട്ടിയിട്ടുള്ളത്. ആ കാണുന്ന ഒരു വണ്ടിയാണ്, വലിയ അപകടകരമായ സിറ്റുവേഷൻ ആണ്. കൈ സപ്പോർട്ട്. കുറച്ചുപേർ അകപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ ഇരുട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തിയാൽ അവരുടെ ജീവനും രക്ഷപ്പെടുത്താൻ സാധിക്കും. കാരണം വെളിച്ചമുള്ളപ്പോഴുള്ള അവസ്ഥയല്ല ഇരുട്ടി തുടങ്ങുമ്പോൾ. സമയം കഴിയുന്തോറും അവരുടെ ജീവന് ആപത്തും കൂടുതലാണ്. രക്ഷാപ്രവർത്തകർക്ക് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയം എത്താൻ തന്നെ വലിയ പ്രയാസമായിരുന്നു. ചൂരൽമലയിൽ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുകയും അവിടെ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ചെന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. രക്ഷപ്പെട്ടവരിൽ ചിലർ ഗുരുതരാവസ്ഥയിലാണ്. അവരെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഓരോ സെക്കൻഡും നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ ഹൃദയത്തെ അത്രയേറെ തകർക്കുന്ന കാഴ്ചകളാണ്. ചിലരുടെ ശരീരം കൈകൾ മാത്രമാണ് മണ്ണിന് മുകളിൽ കാണാൻ കഴിയുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം മണ്ണിനടിയിലാണ്. തീർച്ചയായും കേരള ജനതയ്ക്ക് ഇത് താങ്ങുന്നതിനും അപ്പുറമുള്ള ഒരു വേദന തന്നെയാണ്. മരിച്ചവരുടെ എണ്ണം 106 ആയിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ നമ്മുടെ അയൽ നാടുകളും സഹായ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റു പല ജില്ലകളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടർന്ന് നടക്കുന്നുണ്ട്. ഇത്രയേറെ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ നേരത്തെ മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് നൽകി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാക്കി എന്നുണ്ടെങ്കിൽ ഇത്രയേറെ ഭീകരമായ ഒരവസ്ഥ വരില്ലായിരുന്നു. ഇതിലും വലുതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കട്ടെ.